പ്രൈസ് ദി ലോർഡ്. നല്ല പ്രബോധനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നോർക്ക് ദൈവത്തിന് മഹത്വം അറിയിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. കേൾക്കാം. താങ്ക് യു. ഞാനൊരു സിസ്റ്റം ഒന്ന് ഓൺ ആക്കിയായിരുന്നു. ഒരു സെക്കൻഡ്. രാത്രി വളരെ വൈകിയാണ് വന്നത്. രാവിലെ എഴുന്നേൽക്കുവാൻ താമസിച്ചു. അങ്ങനൊരു വളരെ തിടുക്കത്തിലായിരിക്കുന്നു. ആമേൻ, ദൈവം സഹായിക്കട്ടെ. എന്റെ പേര് സിയാർ മുഹമ്മദ് ഇബ്രാഹിം എന്നാണ്. കത്തുദാസൻ പരിചയപ്പെടുത്തിയല്ലോ. ഞാൻ താമസിക്കുന്നത് കോട്ടയം എന്ന സ്ഥലത്താണ്. നമുക്കറിയാം, കോട്ടയം അക്ഷര നഗരിയാണ്, സാക്ഷര നഗരിയാണ് കോട്ടയം. കോട്ടയത്ത് ജനിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ചും കൂടി ശബ്ദം കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനൊരു സിസ്റ്റം ചെയ്യുകയായിരുന്നു. ആമേൻ. പരിമിതമായ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഉമ്മയാണ് കടന്നുപോയത്. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് കേൾക്കാമോ? നന്നായിട്ട് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഒരു വേദഭാഗം വായിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ഇതിന് ഇങ്ങനെ ഒരു അവസരം നൽകിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അതിന്റെ 18-ാം ഭാഗം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 18-ാം ഭാഗം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. രണ്ടുപേരും സുഖമായിരിക്കുന്നു. എന്റെ പിതാവ് മരിച്ചുപോയി. എന്റെ ഉമ്മ എന്നോടൊപ്പമുണ്ട്. വൈഫും മോനും അടങ്ങുന്ന ചെറിയ കുടുംബം. ഞങ്ങള് കൃപയാൽ സന്തോഷമായിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുതിയ നിയമത്തിന്റെ പ്രതി എനിക്ക് ലഭിക്കുന്നത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗിദേൻസ് അസോസിയേഷൻ ആണ് സ്കൂളിൽ ബൈബിളുമായിട്ട് പുതിയ നിയമവുമായിട്ട് വരുന്നത്. അങ്ങനെ ഗിദേൻസ് അസോസിയേഷൻ കൊണ്ടുവന്ന പുതിയ നിയമം ആ ചെറുപ്പത്തിൽ എനിക്ക് ലഭിക്കുകയും അങ്ങനെ ബൈബിൾ വായിക്കുവാനും യേശുവിനെ പരിചയപ്പെടുവാനും ദൈവം ഭാഗ്യമൊരുക്കി. അതിനുശേഷം വിവിധ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം ദൈവം എന്നെ പരിപാലിച്ചു, എന്നെ സൂക്ഷിച്ചു. ഒരു കുറ്റവാളി സംഘത്തോടൊപ്പം ഞാൻ എൻ്റെ ജീവിതം, യൗവനകാലം ആരംഭിച്ചു. അത് നിരവധി കേസിലും നിരവധി പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കാരണമായി. കോടതിയും വാറണ്ടും കേസുകളും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ കാലഘട്ടം. ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ റെയിൽവേ പാളത്തിൽ ഞാനും എൻ്റെ സുഹൃത്തും മരണം പ്രതീക്ഷിച്ച് കിടന്നു. എന്നാൽ
എന്നെ അവിടെ കിടത്തിയിട്ട് എന്റെ സ്നേഹിതൻ പോയിക്കളഞ്ഞു. ഭാഗ്യവശാൽ ആ രാത്രിയിൽ ട്രെയിനിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം അവസരമൊരുക്കി. അതിനുശേഷം മാനസികമായി തകർന്നവനായി ജീവിച്ച ഒരു സമയം. വീടിനടുത്തുള്ള ഒരു മീറ്റിംഗ്, ഒരു കൺവെൻഷൻ പ്രോഗ്രാമിൽ എനിക്ക് അങ്ങനെ ഒരു കൺവെൻഷൻ പ്രോഗ്രാമിൽ എനിക്ക് സുവിശേഷം കേൾക്കുവാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞത്. ദൈവനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ചെറിയ കുടുംബമായി ഞങ്ങൾ കോട്ടയത്ത് പാർക്കുന്നു. വായിച്ച വേദഭാഗം വെളിപ്പാട് പുസ്തകമാണ്. 1600 സംവത്സരങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട വിശ്വസാഹിതിയാണ് ബൈബിൾ. 1600 വർഷങ്ങൾ 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട വിശ്വസാഹിതി. ഈ പുസ്തകത്തെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തിരി പടയോട്ടങ്ങൾ, സായുധ സമരങ്ങൾ ഈ പുസ്തകത്തിനെതിരെ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ പുസ്തകം ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയുധമെടുത്ത് അടരാടിയ ആയിരക്കണക്കിന് പോരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്നും അനസ്യൂതം അനവരതം അവനീമുഖത്ത് പെയ്തിറങ്ങുന്ന ദൈവഹൃദയത്തിന്റെ പ്രകാശമാണ് വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ അടിമത്വത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട്. ഈ വിശുദ്ധ ബൈബിൾ എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അടിമത്വത്തിന്റെ ചങ്ങലകൾ നീങ്ങിപ്പോയിട്ടുണ്ട്. മതങ്ങൾ ഇടിച്ചു മൂടിയ കുഴിമാടങ്ങളിൽ നിന്നും ഈ പുസ്തകം മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ആയിരക്കണക്കിന് കുറ്റവാളികളെ നീതിമാന്മാരാക്കി തീർത്തിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത നരഭോജികളെ നരസ്നേഹികളാക്കി ഈ പുസ്തകം തീർത്തു. അങ്ങനെ 1600 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട വിശ്വസാഹിതിയായ ദൈവത്തിന്റെ വചനം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ വേദപുസ്തകത്തിലെ പ്രഥമ പഞ്ചഗ്രന്ഥങ്ങൾ ലോകം കണ്ട ശക്തനായ പ്രവാചകനും ഇസ്രായേലിന്റെ അടിമനുഖത്തിൽ നിന്നും ദൈവജനത്തെ വിടുവിച്ചയക്കുവാൻ ദൈവം ആത്മനിശ്വസ്തനാക്കി അയച്ച മോശയാൽ ചമയ്ക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ 66 പുസ്തകങ്ങളുടെ ക്രമമനുസരിച്ച് നമുക്ക് ലഭ്യമായതനുസരിച്ച് ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് എന്ന വാക്ക് പുതിയ നിയമത്തിൽ അത്ര പരിചിതമല്ലെങ്കിലും പഴയ നിയമത്തിൽ തെളിഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന വാക്കാണ് വെളിപ്പാട് എന്നുള്ളത്. വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറനീക്കുക എന്നാണ്. ഏതെങ്കിലും ഒന്ന് ഒരു പാത്രം കൊണ്ട്, ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ മൂടിയെ തുറന്ന് പ്രദർശിപ്പിക്കുക എന്ന അർത്ഥമാണ് അതിനുള്ളത്. 66ാമത്തെ പുസ്തകം ഇന്നലകളിൽ സംഭവിച്ച് കാല എവരികയ്ക്കുള്ളിൽ മറഞ്ഞതും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ സംഭവ്യമാകുന്നതും നാളെ സംഭവിക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. അതിൽ 66ാമത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ സമ്പൂർണമായിരിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ്. ആദ്യത്തെ ഒരു അധ്യായം മാറ്റിവെച്ചാൽ ബാക്കി 21 അധ്യായങ്ങളും ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായി നീക്കി വെച്ചിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് അറിയുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്.
എല്ലാ മനുഷ്യർക്കും നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. നാളെ എന്താണ് സംഭവിക്കുന്നത്? ഉത്കണ്ഠയോടെ മനുഷ്യനായിരിക്കുകയാണ്. ശാസ്ത്രം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ ബദ്ധസത്തമായിരിക്കുകയാണ്. പലപ്പോഴും പ്രപഞ്ച ശക്തികൾ ഈ ശാസ്ത്രത്തിന്റെ കണ്ണുകളെ വെട്ടിച്ചു കളയുന്നുണ്ടെങ്കിലും ഈ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള കണ്ടുപിടുത്തത്തിന് അപ്പുറം ലോകത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വരികിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ ആഗ്രഹമുള്ള മനുഷ്യന് നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിലെ യെശയ്യാപ്രവചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നാളെ എന്ത് സംഭവിക്കുമെന്ന് എന്നോട് ചോദിപ്പിൻ, എന്ത് സംഭവിക്കുമെന്ന് എന്നോട് ചോദിപ്പിൻ എന്നാണ് ബൈബിൾ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ പുസ്തകത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കില്ല. കാരണം യഹോവയുടെ വായാണ് കൽപ്പിച്ചത്, അവന്റെ ആത്മാവാണ് അത് കൂട്ടിവരുത്തിയത് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഇത് പ്രവചന ഗ്രന്ഥമാണ് എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാവിയെ സംബന്ധിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മഹത്വധാരിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ ദർശനമാണ്. ഏതൊരു കാലഘട്ടത്തിലും, അത് പഴയ പുതിയ നിയമകാലഘട്ടമാകട്ടെ, ഏതൊരു കാലഘട്ടത്തിലും സഭകൾക്ക് ആവശ്യമായിരിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് ഈ ക്രിസ്തു ദർശനമാണ്, കർത്താവിന്റെ ദർശനമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ദർശനത്തിന്റെ അഭാവം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിന്റെ അഭാവം, ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ അഭാവമാണ് ഇന്ന് നാം കാണുന്ന സകല അപജയങ്ങൾക്കും, ഇന്ന് ലോകത്തിൽ കാണുന്ന, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ കാണുന്ന, ദൈവജനങ്ങൾക്കിടയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ ക്രിസ്തു ദർശനത്തിന്റെ അഭാവമാണ്. ഇവിടെ ധന്യനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ യേശുവിനെ മഹത്വധാരിയായി ദർശിക്കുന്നതിന്റെ അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിന്റെ ചിത്രമാണ്, പരിശുദ്ധാത്മാവിന്റെ രേഖയാണ്, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം ഇവിടെ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ 1-ാം അധ്യായത്തെ 1, 2, 3 എന്നിങ്ങനെ ഏറ്റവും ലളിതമായി നമുക്കൊന്ന് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പൊതുവെ ഈ പുസ്തകം തുറക്കുന്നതും ഈ പുസ്തകം വായിക്കുന്നതും ഈ പുസ്തകം ധ്യാനിക്കുന്നതും ഇഷ്ടമില്ലാത്ത ഒരാള് നമ്മുടെ അടുത്തുണ്ട്. പിശാചാണ്. പിശാചിന് ഒരിക്കലും ഈ പുസ്തകത്തെ തുറക്കുന്നതോ ഈ പുസ്തകം വായിക്കുന്നതോ ഈ പുസ്തകം ധ്യാനിക്കുന്നതോ ഒരിക്കലും ഇഷ്ടമായിരിക്കുന്നില്ല. കാരണം പിശാചിന്റെ ഏറ്റവും മോശമായിരിക്കുന്ന, പിശാചിന്റെ ഏറ്റവും ഹീനമായ അവസാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിലായിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകം തുറക്കുവാനോ വായിക്കുവാനോ പിശാച് പലപ്പോഴും നമ്മെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന്റെ അലങ്കാരികമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ സ്വഭാവം ഇതിനെ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നും ഇതിനെ മനസ്സിലാക്കുന്നതിൽ നിന്നും പലപ്പോഴും നമ്മെ വിരക്തിയുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവം തന്നെ ഈ പുസ്തകത്തിന്റെ വിഭജനത്തിന്റെ ആ രീതി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 3 നിലകളിലാണ് ഈ പുസ്തകത്തെ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, ഇപ്പോൾ ഉള്ളത്, അത് 1-ാം അധ്യായമാണ്, യോഹന്നാൻ കണ്ടത്. 3, ഭാവിയിൽ സംഭവിക്കുവാനുള്ളത്. ഇങ്ങനെ വേണം വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ സമീപിക്കുവാൻ. ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, അതിന് നമ്മൾ 1, 2, 3 സമയമനുസരിച്ച് നമ്മൾ വിഭജിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഏറ്റവും ലളിതമായി പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1, ഈ പുസ്തകത്തിന്റെ പേരാണ്. നമ്മൾ ചിന്തിച്ചു, ഈ പുസ്തകത്തിന്റെ പേര് വെളിപ്പാട് എന്നാണ്. നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കി അല്പമായി നമ്മൾ ചിന്തിച്ചു. ഏതെങ്കിലും ഒന്നിനെ മറനീക്കി പ്രദർശിപ്പിക്കുക എന്നാണ് അതിന്റെ. 2, ഈ വെളിപ്പാട്, ഈ ദർശനം യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ട പശ്ചാത്തലമാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം? 1-ാം അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. യോഹന്നാൻ എഴുതുകയാണ്, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും
സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ എവിടെയായിരിക്കുന്നു? പത്മോസ് ദ്വീപിലായിരിക്കുന്നു. എവിടെയാണ് ഈ പത്മോസ് ദ്വീപ്? ഏഷ്യ മൈനറിന്റെ തീരത്തു നിന്നും ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന പത്മോസ് ദ്വീപ് എന്ന സ്ഥലം. അത് ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കുറ്റവാളികളെ, രാജ്യദ്രോഹികളെ, ക്രൂരരായിരിക്കുന്ന കുറ്റവാളികളെ അയക്കുന്ന, നാടുകടത്തുന്ന സ്ഥലമാണ് പത്മോസ് ദ്വീപ്. പത്മോസ് ദ്വീപ് കുറ്റവാളികൾക്കായി ഒരുക്കപ്പെട്ട ക്രൂരതയുടെ സ്ഥലമാണ്. ജോസിഫസ് രേഖപ്പെടുത്തുന്നത് പത്മോസ് ദ്വീപിന്റെ നനഞ്ഞ മണ്ണിൽ കാലുകൾ അമർത്തിയാൽ, ആ നനഞ്ഞ മണ്ണിൽ കാലുകൾ അമർത്തിച്ചവിട്ടിയാൽ പത്തിയെടുക്കുന്ന വിഷപ്പാമ്പുകളുണ്ട് എന്നാണ് പത്മോസ് ദ്വീപിൽ. പത്മോസ് ദ്വീപിൽ അയക്കപ്പെടുന്ന കുറ്റവാളികൾ തിരിച്ചു വന്ന ചരിത്രമില്ല. അവരുടെ ശരീരത്തിൽ നിന്നും ജീവൻ അകന്നു പോയാൽ, അവർ മരിച്ചുപോയാൽ, അവർ കൊല ചെയ്യപ്പെട്ടാൽ ആ ശരീരങ്ങളിലേക്ക് താണിറങ്ങുവാൻ, പറന്നിറങ്ങുവാൻ കാത്തു നിൽക്കുന്ന കടൽ കഴുകന്മാരുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അത്ര ഭയാനകമായിരിക്കുന്ന ഒരു ദ്വീപാണ്, കരമ്പാറക്കെട്ടുകളാൽ സമൃദ്ധമായ ദ്വീപ്. ആ കാലഘട്ടത്തിൽ പായ്ക്കപ്പലുകൾ ആ ദ്വീപിനോട് ചേർന്ന് സഞ്ചരിക്കാറില്ല. ഭയമാണ്. നാവികന്മാർ ആ ദ്വീപിനെ കുറിച്ച് പറയുന്നത് പ്രേതങ്ങളുടെ ദ്വീപ് എന്നാണ്. പ്രേതങ്ങളുടെ ദ്വീപ്. ആ ദ്വീപിലേക്കാണ് യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തിയത്. എന്തുകൊണ്ടാണ്? നമ്മൾ വായിച്ചു, ക്രിസ്തുയേശുവിന്റെ വചനവും ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി സഞ്ചരിച്ച യോഹന്നാൻ, ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട്, ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്നതുകൊണ്ട്, ധൈര്യമായി യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട് യോഹന്നാൻ ഉണ്ടായ അനുഭവമാണ് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി യോഹന്നാനെ നാട് കടത്തി പത്മോസ് ദ്വീപിലേക്ക്, മരണമുറങ്ങുന്ന പ്രേതങ്ങളുടെ ദ്വീപെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറ്റവാളികൾ അയക്കപ്പെടുന്ന, നാടുകടത്തപ്പെടുന്ന ദ്വീപിലേക്ക് യോഹന്നാനായിരിക്കുന്നു. എന്തുകൊണ്ട്? സുവിശേഷ നിമിത്തമായി, ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തമായി. നമ്മളൊക്കെ ഈ ക്രിസ്തുവിന്റെ സാക്ഷ്യവും സുവിശേഷവും നിമിത്തമായി പലപ്പോഴും നമ്മള് കഷ്ടതയിലൊക്കെ ആയിപ്പോയാറുണ്ട്, നിന്ദിക്കപ്പെടാറുണ്ട്. അതൊക്കെ വലിയ ഭാരത്തിന്, വലിയ പ്രശ്നത്തിന് കാരണമായി തീരാറുണ്ട്. നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്? എന്റെ സാക്ഷിയായി നിന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ അനുഭവിച്ച കഷ്ടം, ഏകാന്ത തടവിൽ എന്ന പോലെ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ അയക്കുന്നു. ഏതൊരു കാലഘട്ടത്തിലും സുവിശേഷത്തിന് ഈ ലോകം നൽകുന്ന മറുപടി, ലോകം നൽകുന്ന പ്രതിഫലം ഉച്ചണ്ടല്ല, ഉമാലയല്ല, മറിച്ച് നിന്ദയും പരിഹാസവുമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ, സമൃദ്ധിക്ക് പിന്നാലെ ഒക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക്, ക്രിസ്തു ഭക്തന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇവിടെ കാണുകയാണ്. ഈ ലോകത്തിൽ അവൻ നിന്ദിക്കപ്പെടും, ഈ ലോകത്തിൽ അവൻ പരിഹസിക്കപ്പെടും, ഈ ലോകത്തിൽ അവന് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ അവന് തടവറയുടെ അനുഭവമുണ്ട്. യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്നു. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നില്ല. രണ്ടാമത്, ഒന്ന് അതിന്റെ പേര്, രണ്ട് യോഹന്നാൻ അവിടെ എത്തിച്ചേരുവാനുള്ള പശ്ചാത്തലം, മൂന്ന് യോഹന്നാൻ ഈ ദർശനം കണ്ട ദിവസം. 10-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 10 ദിവസത്തിൽ ഞാൻ ആത്മദിവസനായി. അപ്പോൾ എപ്പോഴാണ് യോഹന്നാൻ ഈ ദർശനം കാണുന്നത്? യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്, കർത്തൃദിനത്തിൽ യോഹന്നാൻ ആത്മദിവസനായി. അപ്പോൾ കർത്തൃദിവസത്തിലാണ്. എന്താണ് ഈ കർത്തൃദിവസം? എന്താണ് ഈ കർത്തൃദിവസം? നമുക്കറിയാം, സാധ്യത അനുസരിച്ച് ഈ കർത്തൃദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ്. കർത്തൃദിവസം എന്ന് പറയുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. കുറഞ്ഞപക്ഷം 3 കാര്യങ്ങളെങ്കിലും ഈ കർത്തൃദിനത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ദിവസത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിനെ കുറിച്ച് 3 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, കർത്തൃദിവസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു മരണത്തെ ജയിച്ച്
ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ. 2, കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്ത ദിവസമാണ് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ. 3, എല്ലാ ലോകമെമ്പാടുമുള്ള ദൈവജനം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്, അപ്പം നുറുക്കുന്ന ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ഇവിടെ യോഹന്നാൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ ദർശനം കാണുകയാണ്. മഹത്വധാരിയായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ദർശനം. യോഹന്നാൻ എഴുതുന്നു, 10 ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. 10 ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പൊ യോഹന്നാൻ ഈ ദർശനം കാണുന്നത് 10 ദിവസത്തിലാണ്. 4-മത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭജനമാണ് അതിന്റെ 12-ാം വാക്യം. ഈ ദർശനത്തിന്റെ സ്വഭാവം എന്താണ്? യോഹന്നാൻ കണ്ട ദർശനത്തിന്റെ സ്വഭാവം എന്താണ്? എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 12-ാം വാക്യം, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. യോഹന്നാൻ എഴുതുകയാണ്, പത്മോസ് ദ്വീപിൽ കത്തുദിനത്തിൽ താൻ കുറ്റവാളിയായി നാടുകടത്തപ്പെട്ട പത്മോസ് എന്ന ഏറ്റവും ഭയാനകമായിരിക്കുന്ന ദ്വീപിൽ യോഹന്നാൻ എഴുതുകയാണ്, കത്തുദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിന്റെ കരങ്ങളാൽ പിടിക്കപ്പെട്ടു. ആത്മ നിറവിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ ദൈവത്തെ, മനുഷ്യപുത്രനെ, എന്റെ ആത്മനാഥനെ ഞാൻ ആത്മനിറവിൽ മഹത്വത്തിൽ ദർശിക്കുകയാണ് എന്നാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഞാൻ ആത്മവിവശതയിൽ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. യേശുവിന്റെ ശബ്ദം, എന്നോട് സംസാരിച്ച നാദം. യേശുവിന്റെ ശബ്ദത്തെ കുറിച്ച് 2 പദപ്രയോഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ 1 അവന്റെ മഹാനാദം, 2 പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അപ്പോൾ അവന്റെ ശബ്ദം എങ്ങനെയാ? മഹാനാദമാണ്. യേശുവിന്റെ ശബ്ദം എങ്ങനെയാ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. ക്രൂശിന്റെ അരികിൽ നിന്ന മനുഷ്യനാണ് യോഹന്നാൻ. ക്രൂശിന്റെ അരികിൽ. സുവിശേഷത്തിന് ആധികാരികത ഇല്ല എന്ന് അനേകർ പറയുമ്പോൾ, കണ്ടും കേട്ടും അല്ലെങ്കിൽ കാണാതെ കേട്ട് എഴുതിയതാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നവർക്കൊരു അപവാദമാണ് യോഹന്നാൻ. നമുക്കറിയാം, ക്രൂശിന്റെ അരികിൽ യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണാം. അവിടെ ക്രൂശിൽ യേശു നിലവിളിച്ചത് യോഹന്നാൻ കേട്ടിട്ടുണ്ട്. യേശുവിന്റെ കരച്ചിൽ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാന്റെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. അവന്റെ ശബ്ദം മഹാനാദം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ജെറ്റ് വിമാനം കടന്നുപോയാൽ അതിന്റെ ശബ്ദമാരും അറിയുകയില്ല, കേൾക്കുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇതാ അവന്റെ ശബ്ദം, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെ യോഹന്നാൻ കാണുകയാണ്. 7 നിലവിളക്ക്. എന്തായി 7 നിലവിളക്ക്? നമുക്കറിയാം, 1-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 7 നിലവിളക്ക് 7 സഭകളാണ്. ഏഷ്യാമൈനന്റെ തീരത്തുള്ള 7 സഭകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആഗോള സഭയോട്, ഏത് കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിലാണ് യോഹന്നാൻ യേശുവിനെ കാണുന്നത്. ദൈവസഭയുടെ നടുവിൽ. ദൈവസഭ എന്താ? പൊൻനിലവിളക്കാണ്. അത് ഏറ്റവും മൂല്യമുള്ളതാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ആ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, ദൈവസഭയുടെ നടുവിൽ, ദൈവജനത്തിന്റെ നടുവിൽ യേശുവിനെ യോഹന്നാൻ കാണുകയാണ്. ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എപ്പോഴും അവൻ നടുവിലായിരുന്നു. എപ്പോഴും അവൻ നടുവിലായിരുന്നു. അവൻ ജനിച്ചത് ലോകത്തിന്റെ നടുവിലാണ്. ബേത്ലഹേമേ ഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ജനിച്ചത് ലോകത്തിന്റെ നടുവിലാണ്. അവന്റെ 13-ാമത്തെ വയസ്സിൽ, 12 വയസ്സ് കഴിഞ്ഞപ്പോ മാതാപിതാക്കൾ യേശുവിനെ മറന്ന് ദൈവാലയത്തിൽ നിന്നും മടങ്ങിപ്പോരുമ്പോൾ നാം കാണുന്നത്, അവർ തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ യേശു ഇരിക്കുന്നതാണ്. ആ ചെറുപ്പത്തിൽ, ആ ചെറിയ പ്രായത്തിൽ അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലായിരുന്നു. വേദപുസ്തകം പരിശോധിച്ചാൽ എവിടെയും യേശു എവിടെയുണ്ടോ അവിടെയെല്ലാം അവന് ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും നടുവിലായിരുന്നു. പിശാച് വിചാരിച്ചത് ഇവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നാണ്. മരിക്കുമ്പോഴെങ്കിലും യേശുവിനെ ഈ നടുവിൽ നിന്ന് മാറ്റണമെന്നാണ് പിശാച് ചിന്തിച്ചത്. പക്ഷേ പിശാചിന്റെ കണക്കൂട്ടലുകളെ ദൈവം തെറ്റിച്ചു. അവൻ മരിച്ചപ്പോൾ അവൻ 2 കള്ളന്മാരുടെ നടുവിലായിരുന്നു. 2 കള്ളന്മാരുടെ നടുവിലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ ലോകത്തിന്റെ നടുവിലാണ് അവൻ ജനിച്ചത്. ഒരു പുരുഷാരത്തിന്റെ നടുവിലാണ് അവൻ ഇടപഴകിയത്. അവൻ ഇന്ന് വസിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒത്ത നടുവായ ഹൃദയത്തിൽ യേശു വസിക്കുകയാണ്. യോഹന്നാൻ അവനെ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിലാണ്. ദൈവസഭയുടെ
നടുവിലാണ്. ഇന്ന് അവൻ പാർക്കുന്നത് ദൈവസഭയുടെ നടുവിലാണ്. ദൈവസഭയുടെ നടുവിലാണ് അവൻ വസിക്കുന്നത്. 7 പൊന്നിൽ വിളക്കുകളുടെ നടുവിൽ നാം വായിക്കുന്നു, നിലയങ്കി ധരിച്ച്. അവൻ ധരിച്ചിരിക്കുന്നത് നിലയങ്കിയാണ്. അവന്റെ രാജത്വത്തിന്റെ ചിത്രം, അവന്റെ പൗരോഹിത്യത്തിന്റെ ചിത്രം നാം അവിടെ കാണുകയാണ്. യേശുവിന് ന്യായം കിട്ടിയില്ല, അവൻ വിചാരണ ചെയ്യപ്പെട്ടു. അവൻ ക്രൂരമായ വിചാരണയ്ക്ക് അവൻ വിധേയനായി. പീഡാനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയി. അവന്റെ സങ്കടങ്ങൾ ആരും കണ്ടില്ല, അവന് വേണ്ടി വാദിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ യോഹന്നാൻ അവനെ പത്മോസ് ദ്വീപിൽ അവന്റെ മഹത്വത്തിൽ കാണുമ്പോൾ അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു എന്നാണ്. അവന്റെ വസ്ത്രം അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. നമുക്കറിയാം, കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവിന് റോമൻ പടയാളികൾ ക്രൂശിക്കുമ്പോൾ ഒരു വസ്ത്രം കൊടുക്കുവാൻ, പൂർണ്ണമായി അവന്റെ നഗ്നതയെ മറയ്ക്കുവാൻ റോമൻ കൂലിപ്പട്ടാളക്കാർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവൻ ക്രൂശിൽ മരണം അനുഭവിക്കുമ്പോൾ, ഓരോ കോശത്തിലും യേശു മരണം ആസ്വദിക്കുമ്പോൾ, മരണം അനുഭവിക്കുമ്പോൾ, ഭയാനകമായ മരണവേദനയിലൂടെ യേശു കടന്നു പോകുമ്പോൾ നാം കാണുകയാണ്, ക്രൂരരായിരിക്കുന്ന ആ കൂലിപ്പട്ടാളക്കാർ യേശുവിന്റെ വസ്ത്രത്തിന് വേണ്ടി ക്രൂശിന്റെ ചുവട്ടിൽ ചീട്ടിടുകയാണ്. ഇവിടെ അത് യോഹന്നാൻ കണ്ടതാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. വിശാലമായി നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്. നിലയങ്കി നമുക്ക് സമയമില്ലല്ലോ. അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. നമുക്ക് ചോദിക്കാം, അല്ലയോ റോമൻ സാമ്രാജ്യമേ, നീ ഒരു വസ്ത്രം ഞങ്ങളുടെ കർത്താവിന് കൊടുത്തില്ല, അവന്റെ നഗ്നതയെ പൂർണ്ണമായി മടക്കുവാൻ നീ അനുവദിച്ചില്ല. എന്നാൽ അവൻ രാജാവായി കർത്താവായി മടങ്ങി വരുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സ്പർശിക്കുവാൻ സാമ്രാജ്യങ്ങൾക്ക് കഴിയുകയില്ല എന്ന് നമുക്കറിയാം. ഇവിടെ യോഹന്നാൻ എഴുതുകയാണ്, അവൻ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുകയാണ്. മാറത്തെ പൊൻകച്ച. നമ്മൾ പരിചയമുള്ളവരാണല്ലോ, പരിജ്ഞാനമുള്ളവരെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അഹരോന്റെ പൗരോഹിത്യം കൃപാസനത്തോളം അടുത്തു ചെല്ലുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12നെയും ചുമൽ കണ്ടങ്ങളിൽ വഹിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ കർത്താവ് എന്നെയും നിങ്ങളെയും, ദൈവസഭയെ, നമ്മളെ പരാജയപ്പെട്ടു പോകുന്ന, പിന്മാറിപ്പോകുന്ന, പലപ്പോഴും നമ്മുടെ പിറുപിറുത്തു പോകുന്ന എന്നെയും നിങ്ങളെയും, പലപ്പോഴും അവിശ്വസ്തരായി മാറുന്ന നമ്മെ നമ്മുടെ കർത്താവ് വഹിച്ചിരിക്കുന്നത് അവന്റെ മുറിഞ്ഞ നിലാപ്പുറത്ത് എന്നെയും നിങ്ങളെയും മറച്ച് പൊൻകച്ച കൊണ്ട് മറച്ചുകൊണ്ടാണ്. ഇവിടെ ഇതാ യേശു നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ യേശുവിനെ സംബന്ധിക്കുന്ന, അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ല പദപ്രയോഗം എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. യോഹന്നാൻ കാണുന്നത് മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. നോക്ക്, അവന്റെ തലയും തലമുടിയും എന്നാണ്. അവന്റെ ശിരസും അവന്റെ തലമുടിയും ഹിമത്തോളം എന്നാണ്. അവന്റെ പുരാതനത്വത്തെ കാണിക്കുകയാണ്. ദാനിയേൽ പ്രവചനവുമായി നാം തട്ടിച്ചു വായിക്കേണ്ടതാണ്. അവന്റെ പുരാതനത്വത്തെ കാണിക്കുകയാണ്. അവന്റെ പദവിയെ കാണിക്കുകയാണ്. അവൻ ആരാണ്? ഒരിക്കൽ ഇസ്രായേൽ മക്കൾ അവനോട് ചോദിച്ചു, യഹൂദജനം അവനോട് ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന്. യേശു പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ എന്നെ കണ്ടിട്ടുണ്ട്, അവൻ എന്റെ ദിവസം ഓർത്ത് ഉല്ലസിക്കുന്നുണ്ട് എന്നാണ് യേശു പറഞ്ഞത്. അവന്റെ പുരാതനത്വത്തെ കാണിക്കുകയാണ്. അവന്റെ തലയും തലമുടിയും ഹിമത്തോളം വെണ്മയാണ്. അവന്റെ തലയും തലമുടി ഹിമത്തോളം വെണ്മ. പ്രിയമുള്ളവരെ, ആ ശിരസിലാണല്ലോ ആ ഹിമത്തോളം വെണ്മയ യോഹന്നാൻ കണ്ട യേശുവിന്റെ ശിരസിലാണല്ലോ റോമൻ പടയാളികൾ ആ മുൾ കൊണ്ട് നിർമ്മിച്ച കിരീടം അണിയിച്ചത് എന്ന് നമുക്ക് രാത്രിയിലോ. ആ ശിരസിലാണല്ലോ തോലുകൊണ്ട് അവർ അടിച്ചത്. ആ ശിരസിനെയാണല്ലോ അവർ നിർമ്മിച്ചത്. യോഹന്നാൻ ഇവിടെ കാണുമ്പോൾ അവന്റെ തലയും തലമുടിയും ഹിമത്തോളം വെളുത്ത പഞ്ഞി പോലെ, ഹിമത്തോളം വെണ്മ, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. പ്രിയമുള്ളവരെ, ആ കണ്ണുകൾ മുന്നിൽ നമുക്ക് മറിഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ ഒരിക്കൽ രേഖപ്പെടുത്തി, ഞാനിങ്ങനെ എഴുതി ആദ്യ കാലഘട്ടത്തിൽ. ആ ആവേശത്തിൽ ഞാൻ ദൈവമേ, ഞാൻ എവിടെ പോയാലും നീ എന്നെ കണ്ടു. സമുദ്രത്തിന്റെ ആഴത്തിൽ മറഞ്ഞാൽ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ്, നീ എന്നെ കാണരുതെന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ ആഴത്തിൽ ഞാനും നിങ്ങളും മറഞ്ഞിരുന്നാൽ അവിടെയും കർത്താവിന്റെ കണ്ണുകൾ നമ്മെ തേടിയെത്തും. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. ഹിമശൈല പാളിയിൽ അഭയം പ്രാപിച്ചാൽ അവിടെയും അവന്റെ കണ്ണുകൾ നമ്മെ തേടിയെത്തുന്ന കണ്ണുകളാണ്. അവന്റെ കണ്ണുകളെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവന്റെ കണ്ണുകൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട കർത്താവിന്റെ കണ്ണുകൾ, യോഹന്നാൻ എഴുതുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ എന്നാണ്. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. ഇവരുള്ളവരെ, നമുക്ക് വളരെ ഭയപ്പെടാം. ആ കണ്ണുകളുടെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന മഹാദൈവമാണ് അവിടുന്ന്. യോഹന്നാൻ എഴുതുകയാണ്, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ഹൃദയ തകർച്ചയോടെ നമ്മളത് മനസ്സിലാക്കണം. ഈ കണ്ണുകളെയാണ് കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത ഈ കണ്ണുകളെയാണ് പടയാളികൾ തുണി കൊണ്ട് മറച്ചത്. അവന്റെ കണ്ണുകളെ തുണി കൊണ്ട് മറച്ചു. ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളെ
റോമൻ പടയാളികൾ തുണി കൊണ്ട് മറച്ചിട്ടാണ് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചത്. ആ മുഖത്താണ് റോമൻ പടയാളികൾ ആർപ്പിച്ച് തുപ്പിയത്. ഇവിടെ നമുക്ക് കാണുന്നു അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ. ഈ കണ്ണുകൊണ്ട് ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. ഒറ്റ നോട്ടം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് മടങ്ങി വന്നു. പത്രോസ് ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ. പക്ഷെ നമ്മെ എത്രത്തോളം കർത്താവ് നോക്കിയാലും, ആ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം നമ്മെ നോക്കിയാലും മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളത് ഒരു വലിയ ഒരു പരാജയമായി എനിക്ക് തോന്നുന്നു. അവൻ നമ്മെ നോക്കുകയാണ്. അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ കൊണ്ട് അവൻ നമ്മെ നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അവൻ നോക്കുകയാണ്. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ ഉറങ്ങുന്നതും ഞാൻ ചലിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ദൂരവേ അറിയുന്ന മഹാദൈവം യോഹന്നാൻ എഴുതുകയാണ്. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ. വളരെ വേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് തുല്യവും അവന്റെ കാല് ഉലയിൽ ചുറ്റുപടിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും ആകുന്നു. അവന്റെ കാലുകൾ ഉലയിൽ ചുറ്റുപടിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ നമ്മുടെ കർത്താവിന്റെ തങ്ക തൃപ്പാദങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഉലയിൽ ചുട്ടെടുത്ത വെള്ളോടിന് സദൃശ്യം. നിങ്ങളൊരു ഞാൻ ഒറ്റ വാക്കിൽ അത് പറയട്ടെ ഇങ്ങനെ, വെള്ളോടിന് സദൃശ്യം നമ്മുടെ കർത്താവിന്റെ കാലുകളാണല്ലോ. കാൽവരിയിലെ ക്രൂശിൽ ആണികൾ കൊണ്ട് റോമൻ പടയാളികൾ തുളച്ചു. ഈ ക്രിസ്തു ദർശനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. ഈ ക്രിസ്തു ദർശനമാണ് നിന്ദകളിലൂടെ, പരിഹാസ്യങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് പ്രേരക ശക്തിയായി മാറുന്നത്. അവന്റെ കാലുകൾ ദൈവത്തിന്റെ തങ്ക തൃപ്പാദങ്ങൾ കാൽവരിയിലെ ക്രൂശിൽ ആ പൈൻമരത്തോട് ചേർത്ത് ആണി കൊണ്ട് തുളച്ചത് നമുക്ക് ഈ സമയം യോഹന്നാൻ എഴുതുന്നു. അവന്റെ കാലുകൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ചിൽ പോലെയുമായിരുന്നു. അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന അവന്റെ ശബ്ദം വനാന്തരങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന നിധിപേടകങ്ങളെ വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ ശബ്ദം ഉളവാകുക എന്ന അല്പാക്ഷരം കൊണ്ട് സർവചരാചരങ്ങളെ ഉളവാക്കിയ നമ്മുടെ കർത്താവിന്റെ ശബ്ദം യോഹന്നാൻ കേൾക്കുകയാണ്. പത്മോസിന്റെ ദ്വീപിൽ നിന്ദയുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ മരണകരമായിരിക്കുന്ന മുനമ്പിൽ യോഹന്നാൻ നിൽക്കുമ്പോൾ നാം കേൾക്കുന്നു അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇവിടെ കാൽവരിയിലെ ക്രൂശിലെ ദയനീയമായ നിലവിളിയല്ല, ഇറക്കമല്ല, ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുള്ള വിളിയല്ല. അവൻ കേൾക്കുന്നത് യേശുവിന്റെ മഹാശബ്ദമാണ്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രങ്ങൾ. കർത്താവിന്റെ വലം കയ്യിൽ 7 നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാണ് എന്ന് നമുക്കറിയാം. അവന്റെ കൈകളിലാണ് ശുശ്രൂഷകന്മാർ, അവന്റെ വലം കൈയിലാണ്. അവന്റെ കൈകളിൽ നിന്നാണ് ശുശ്രൂഷകന്മാർ അനുഗ്രഹങ്ങളെ വാങ്ങുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കരങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ നന്മ കൊണ്ട് തൃപ്തരായി തീരുമെന്നാണ്. അവന്റെ കരങ്ങൾ തുറക്കപ്പെടുമ്പോൾ നാം നന്മ കൊണ്ട് തൃപ്തരായി തീരും. പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുന്ന നമുക്ക് വേണ്ടി അവന്റെ കരങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ കരങ്ങൾ എവിടെയാണ് തുറക്കപ്പെട്ടത്? എവിടെയാണ് അവന്റെ കരങ്ങൾ തുറക്കപ്പെട്ടത്? കാൽവരിയിലെ ക്രൂശിൽ റോമൻ പടയാളികൾ ബലമായി കർത്താവിന്റെ കരതലങ്ങൾ വളർക്കെ തുറന്ന് ആ കരങ്ങൾ ആണികൾ കൊണ്ട് തുളച്ചപ്പോഴാണ് നാം നന്മ കൊണ്ട് തൃപ്തരായിട്ടുള്ളത്. ആ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് നോക്കാം. ആ ശബ്ദം ഈ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. അവന്റെ കരം 7 നക്ഷത്രം. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം വളരെ വേഗത്തിൽ പോവുകയാണല്ലോ. അവന്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഞാൻ അവിടെ അതിനെപ്പറ്റി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരവസരത്തിൽ നമുക്ക് വളരെ ക്രമീകൃതമായി വെളിപ്പാട് പുസ്തകം ലളിതമായി നമുക്ക് പഠിക്കുവാനായി കഴിയും. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു നമ്മുടെ കർത്താവിന്റെ മുഖം. നമ്മുടെ കർത്താവിന്റെ മുഖം യോഹന്നാൻ ക്രൂശിൽ കണ്ടപ്പോൾ അത് അടിയേറ്റ് വീളിച്ച് രക്തം പരന്നൊഴുകി റോമൻ പടയാളികളുടെ തുപ്പലാൽ നിറഞ്ഞ് ആ മുഖം ഭീകരമായിരുന്നു. കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറ് കാൽവരിയിലെ ക്രൂശിൽ കിടന്ന യേശുവിന്റെ മുഖം യോഹന്നാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശുവിന്റെ മുഖം 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചാലെന്ന വണ്ണം പ്രശോഭിതമായ കർത്താവിന്റെ മുഖം, സപ്തസാഗരങ്ങളും പൊട്ടിപ്പുറപ്പെടുന്ന അനുഗ്രഹീതമായ വേദിയായി തീർന്ന കർത്താവിന്റെ മുഖം യോഹന്നാൻ കാണുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒടുവിലത്തെ സമയപരിമിതി കൊണ്ട് ഒടുവിലത്തെ വിഭജനം അതിന്റെ 17-ാം വാക്യം. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവനെ കണ്ടു. ഈ ദർശനത്തിന്റെ മുന്നിൽ, ഈ മഹൽ ദർശനത്തിന്റെ മുന്നിൽ മോഹാലസ്യപ്പെട്ടവനായി മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽക്കലേക്ക് യോഹന്നാൻ കമന്നു വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. കർത്താവ് എന്റെ വലങ്കൈ യോഹന്നാന്റെ മേൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. യോഹന്നാന്റെ മേൽ കൈവച്ചുകൊണ്ട്, മരിച്ചവനെ പോലെ കാൽക്കൽ വീണ് കിടക്കുന്ന യോഹന്നാന്റെ മേൽ തന്നെ വലം കൈവച്ചുകൊണ്ട് പറഞ്ഞു, യോഹന്നാനെ, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു. ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. ചക്രവർത്തി വിചാരിച്ചത് യോഹന്നാന്റെ ശബ്ദം പത്മോസ് ദ്വീപ് കൊണ്ട് അവസാനിക്കുന്നതാണ്. ലോകം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ ശബ്ദം, ദൈവമക്കളുടെ ശബ്ദം, ദൈവമക്കളുടെ സന്തോഷം, ദൈവമക്കളുടെ ആനന്ദം തടവറ കൊണ്ട്, നിന്ദകൾ കൊണ്ട്, പരിഹാസങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്ന് ഈ ലോകം വിധി എഴുതുമ്പോൾ നിന്ദിക്കപ്പെട്ടെടുത്ത് മാനിക്കുന്ന ഒരു മഹാദൈവം, തള്ളപ്പെട്ടെടുത്ത് ചേർത്തുകൊള്ളുന്ന ഒരു മഹാദൈവം എവിടെ പരിഹസിക്കപ്പെട്ടുവോ, എവിടുന്നും ഓടി ഒളിക്കപ്പെട്ടുവോ, എവിടുന്ന് നീചമായി നാടുകടത്തപ്പെട്ടുവോ, ആ മണ്ണിലേക്ക് യോഹന്നാൻ മടങ്ങി. ഡൊമീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചലനം സംഭവിച്ചു. റോമൻ സാമ്രാജ്യം കാലത്തിന് നിത്യതയിൽ മറഞ്ഞു. എന്നാൽ യോഹന്നാൻ എന്നും ജീവിച്ചിരിക്കുന്നു. ദീർഘായുസായി യോഹന്നാൻ തനിക്ക് ലഭ്യമായ നിയോഗത്തെ യോഹന്നാന് നിവർത്തിക്കുവാൻ ദൈവം തുറന്നു. നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാനെ വലം കൈ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. അവനെ നിവർത്തി നിർത്തി. ഡൊമീഷ്യൻ ചക്രവർത്തി നാട് നീങ്ങി, അല്ലെങ്കിൽ സ്ഥാനചലനം സംഭവിച്ചു. യോഹന്നാൻ മടങ്ങി. ദീർഘായുസായിരുന്നു, ശുശ്രൂഷകളെ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളെ ഇല്ലാതാക്കുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ ലോകം ശ്രമിക്കുമ്പോൾ, ഭരണകൂടങ്ങൾ ശ്രമിക്കുമ്പോൾ, അധികാരികൾ ശ്രമിക്കുമ്പോൾ, ബന്ധുമിത്രാദികൾ ശ്രമിക്കുമ്പോൾ, രക്തബന്ധങ്ങൾ പോലും നമ്മളെ തള്ളിപ്പറയുമ്പോൾ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ്. 5 വിഭജനങ്ങളാണ് നമ്മൾ കണ്ടത്. 1, ഈ പുസ്തകത്തിന്റെ പേര് വെളിപ്പാട്. 2, ദർശനം കണ്ട ദർശനത്തിന്റെ സ്വഭാവം. 3, ദർശനം കണ്ട ദിവസം. 4, ദർശനത്തിന്റെ അനുഗ്രഹീതമായ സ്വഭാവം. 5, ദർശനം കണ്ടപ്പോൾ യോഹന്നാനുണ്ടായ പ്രതികരണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഇത്രയും നേരം എനിക്ക് നൽകിയ പ്രയർ ഗ്രൂപ്പിനോട്, പത്തുദാസനോട്, പത്തുദാസന്മാരോട്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഞാൻ സുവിശേഷ വേലയിലായിരിക്കുന്നു. രാത്രി സമയങ്ങളിൽ അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നു. കോട്ടയം പട്ടണത്തിൽ അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. പ്രത്യേക പ്രാർത്ഥിക്കണം. മാനസിക രോഗികൾക്കാണ് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും പരസ്യയോഗങ്ങളുണ്ട്. ഞാൻ ഒരു സ്വതന്ത്ര ശിക്ഷകനാണ്. വിശ്വാസത്താൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ആരുടെയെങ്കിലും ശമ്പളമോ പ്രതിഫലമോ പറ്റിക്കൊണ്ടല്ല. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അക്ഷരം തെറ്റാതെ വിശ്വാസത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നല്ല പ്രഭാതത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു രാത്രി ഞങ്ങളെ വിട്ട് കടന്നുപോയി, ഒരു പകൽ സമയം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ കാണുമല്ലോ. അവിടുത്തെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുന്നിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കാണുമല്ലോ. ഞങ്ങളുടെ വേദനകളെ അങ്ങ് കാണുമല്ലോ. ഞങ്ങളുടെ പരാജയങ്ങളെ അങ്ങ് കാണുമല്ലോ. കർത്താവേ, പ്രഭാതത്തിൽ ഭൂമികളായി പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. തകർന്നുപോയ കുടുംബങ്ങൾ ഉള്ളവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തലമുറയോർത്ത് വേദനിക്കുന്നവരുണ്ട്. ശുശ്രൂഷകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരോടും അങ്ങ് കരുണ കാണിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളോട് ദയ കാണിക്കണമേ. ജീവിതത്തിൽ എന്തെങ്കിലും തമ്മിൽ ഞങ്ങൾ കാണും വരെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനെയും ശരീരങ്ങളെയും ആത്മാക്കളെയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ അവിടുത്തെ തന്റെ ചിറകിന്റെ മറവിൽ ചേർത്ത് പരിപാലിക്കണമേ. ഞങ്ങൾക്കായി കാൽവരിയിലെ ഞങ്ങൾക്കായി ജീവൻ വെച്ചു കൊടുത്ത് അരിമത്തിൽ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ പ്രഭാതത്തിൽ മരണത്തെ ജയിച്ച് ഉയർത്തിലേക്ക് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ ആത്മനാഥനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ
ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പോൾ ഗംഗാധര പാസ്റ്റർ പ്രാർത്ഥിച്ച് സുനിൽകുമാർ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് പൂർണ്ണമാകുന്നതാണ്. നമ്മൾ കേട്ടതായിട്ടുള്ള ആ വചനം എത്ര ശക്തമായിട്ടുള്ള വചനമാണ്. നമ്മള് ആ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മരിക്കുന്നതിന് വേണ്ടി, അവിടെ കിടന്ന് മരിക്കുന്നതിന് വേണ്ടിയാണ് നാട് കടത്തിയത്. ഇവിടെ നോക്കിയാലും ശവശരീരങ്ങളും ഭീകരമായിട്ടുള്ള ഏത് മനുഷ്യനെയും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ യോഹന്നാൻ ആ സാഹചര്യങ്ങളല്ല കാണുന്നത്. യോഹന്നാൻ മഹത്വപൂർണനായ യേശുവിനെയാണ് ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ കേൾക്കുന്നതാണെങ്കിലും ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. മൂങ്ങായുടെ ശബ്ദവും കഴുകന്റെ ചിറകടിയും അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ് ആ ദ്വീപിൽ കേൾക്കാനുള്ളത്. എന്നാൽ യോഹന്നാൻ ആ ശബ്ദമല്ല കേൾക്കുന്നത്. ആ ശബ്ദത്തെയൊക്കെ അതിജീവിക്കുന്ന ദൈവശബ്ദമാണ് യോഹന്നാൻ കേൾക്കുന്നത്. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ എല്ലാ ശബ്ദങ്ങളെയും മുക്കിക്കളയുന്ന ആ ശബ്ദമാണ് യോഹന്നാൻ കേട്ടത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, നിരാശകളുടെ ഒക്കെ മധ്യത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ, യോഹന്നാൻ ആയിരുന്ന അത്ര സാഹചര്യത്തിലൊന്നും നമ്മൾ ആയിട്ടില്ലല്ലോ. ആയിരിക്കുന്നെങ്കിൽ ആ മഹത്വപൂർണനായ യേശുവിനെ ഒന്ന് കാണുവാൻ, മഹത്വപൂർണനായ യേശുവിന്റെ പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുള്ള സകല പ്രതികൂലങ്ങളെയും മുക്കിക്കളയുന്നതായ ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയട്ടെ. കർത്താവിന്റെ ദാസൻ തന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ സംസാരിച്ചല്ലോ. എത്ര ശക്തമായിട്ടുള്ള ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, വളരെയധികം പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ലോകം തന്നെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. എന്നാൽ ഈ പ്രതികൂലങ്ങളിലൊന്നും മധ്യത്തിൽ തളർന്നു പോകാതെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ശക്തരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് കേട്ടതായ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാൻ. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശക്തമായി വചനത്തെ ഉറപ്പിച്ച് ഞങ്ങൾ അനേകം ഫലം കായ്ക്കുന്നതിന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ വരിക എന്ന് പറയുന്ന വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കർത്താവ് നേരിട്ട് വിളിക്കാതെ അങ്ങനെ ആർക്കും വരുവാൻ കഴിയുന്നില്ല. ദൈവം വിളിക്കാതെ ആരും അവന്റെ അടുക്കൽ വരുന്നില്ല എന്നാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. കർത്താവിന്റെ ദാസൻ പല പല പ്രതികൂലങ്ങളെയും ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ധാരാളം പ്രതികൂലങ്ങളെ നേരിട്ട് കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് നമുക്ക് താല്പര്യമുണ്ട്. ഇനി ഭാവിയിൽ കർത്താവിന്റെ ദാസൻ വീണ്ടും ഈ വേദിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ സാക്ഷ്യമൊക്കെ കുറച്ചുകൂടെ വിശദമായി നമുക്ക് കേൾക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും കർത്താവിന്റെ ദാസന്റെ പേര് തന്നെ സയ്യാദ് മുഹമ്മദ് ഇബ്രാഹിം എന്ന ആ പേര് തന്നെ ഒരു വലിയ സാക്ഷ്യമാണല്ലോ. ആ പേര് ഉള്ള ഒരു വ്യക്തി കർത്താവിന്റെ നാമം ഉയർത്തുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു വലിയ സാക്ഷിയായിരിക്കുന്നതിന്, അനേകരെ കർത്താവിലേക്ക് നടത്തുന്നതിന് കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രേലന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ എല്ലാവരെയും നയിക്കട്ടെ. താങ്ക് യു.